കഷ്ടങ്ങളിലേക്ക് തള്ളിവിടുന്നു. ഈ അമ്മയോട് ക്ഷമിക്കൂ പുത്ര, ഈ അമ്മയോട് ക്ഷമിക്കൂ മോനെ. ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല പുത്ര. എത്ര പാവിയായ അമ്മയാണ് ഞാൻ. എന്നോട് ക്ഷമിക്കൂ മോനെ, ചീറ്റോട് ക്ഷമിക്കൂ മോനെ. ആ പേടകം ഓളങ്ങളിൽ തട്ടി തട്ടി ദൂരെ അകന്നു മറയുന്നതുവരെ അവർ നോക്കി നിന്നു. ആ പേടകം ആ നദിയിലൂടെ കുറെ ദൂരം സഞ്ചരിച്ചപ്പോൾ ആ നദിയിൽ ആരോ നീന്തി കുളിക്കുന്നല്ലോ. ആരാത്? ആരാത്? ഞാനെന്ന് വെച്ച് പേരില്ലായോ? ഞാൻ അശ്വന്യപുരി കൊട്ടാരത്തിലെ കുതിരക്കാരനാ. എന്താ അങ്ങയുടെ പേര്? എന്റെ പേര് അധിരഥൻ. ഓ, അധിരഥനാണല്ലേ? അയ്യോ, ക്ഷമിക്കണം, അറിഞ്ഞില്ല കേട്ടോ. പാവം വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, പക്ഷെ മക്കളില്ല. മഹാദേവന്റെ ഭക്തനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക. അധിരഥൻ നോക്കുമ്പോൾ ദൂരെ നിന്നൊരു സ്വർണ്ണപ്പേടകം ഒഴുകി വരുന്നല്ലോ. ഒരു സ്വർണ്ണപ്പേടകം പതുക്കെ മെല്ലെ മെല്ലെ ആ നദിയിലൂടെ ഒഴുകി മുന്നോട്ട് വരുന്നു. അയാൾ അത്ഭുതത്തോടെ നോക്കി. അത് ഒഴുകി അദ്ദേഹത്തിന്റെ അരികിൽ വന്നപ്പോൾ എന്തായിരിക്കും ആ പേടകത്തിനുള്ളിൽ? ആ പേടകം അടുത്തു വരട്ടെ. ആ പേടകം അടുത്തു വന്നപ്പോൾ അദ്ദേഹം അത് തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. ഒരു കുഞ്ഞ്, സൂര്യന്റെ തേജസ്സുള്ളൊരു കുഞ്ഞ്. അയ്യോ, ഞാൻ എന്തായി കാണുന്നത്? മായയാണോ അതോ സത്യമാണോ? മായയല്ല, സത്യമാണ്. സത്യമാണ്. അദ്ദേഹം ചുറ്റിനും നോക്കുന്നു. ഇതിന് അവകാശികൾ ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹം വിളിച്ചു ചോദിക്കുന്നു, ഈ കുഞ്ഞിന് അവകാശികൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആരും കാണാതെ വന്നപ്പോൾ അധിരഥൻ ആ കുഞ്ഞിനെ വാരിയെടുക്കുന്നു. മക്കളില്ലാത്ത ഞങ്ങൾക്ക് മഹാദേവൻ തന്നൊരു സമ്മാനമാണ്. ആ കുഞ്ഞു കരയുന്നല്ലോ. കുഞ്ഞു കരയുന്നല്ലോ. കരയാതെ. അതോ വിശന്നിട്ടായിരിക്കും. മോനെ. ഇതിന്റെ ശരീരത്തിൽ എന്തായി കിടക്കുന്നേ? ഇതിന്റെ ശരീരത്തിൽ എന്താ കിടക്കുന്നത്? അയ്യോ, ജനിച്ചപ്പോഴേ ഉള്ളതാണോ? മോനെ, കരയാതെ. അധിരഥൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്റെ കുടിലേക്ക് ഓടി. രാധികേ, എന്താ മനുഷ്യ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നേ? ഇങ്ങോട്ട് വരൂ രാധികേ. എന്താ? ഇങ്ങോട്ട് വരൂ. ഇത് കണ്ടോ? എന്താ ഇത് കണ്ടോ രാധികേ? നിനക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നല്ലോ ഞാൻ സമ്മാനമൊന്നു, ഞാൻ നിന്റെ ഈ കൈകളിൽ സമ്മാനിക്കാൻ. കൊണ്ടുവന്നല്ലോ ഞാൻ സമ്മാനമൊന്നു, ഞാൻ നിന്റെ ഈ കൈകളിൽ സമ്മാനിക്കാൻ. സമ്മാനം, ഒരു നല്ല സമ്മാനം കാണുമ്പോൾ നീ എനിക്കെന്തു നൽകും? ഈ നല്ല സമ്മാനം, ഒരു നല്ല സമ്മാനം കാണുമ്പോൾ നീ എനിക്കെന്തു നൽകും? കാണുമ്പോൾ നീ എനിക്കെന്തു നൽകും? എന്ത് സമ്മാനമാണ്? നോക്കൂ രാധികേ, എന്താ ആ പട്ടിനുള്ളിൽ? നീ തുറന്നു നോക്കൂ, കാണട്ടെ. രാധിക ആ പട്ട് തുറന്നു നോക്കുമ്പോൾ രാധിക ഞെട്ടിപ്പോയി. ഒരു കുഞ്ഞ്, പവിഴം പോലൊരു കുഞ്ഞ്. എവിടുന്ന് കിട്ടി ഇതിന്? എവിടുന്ന് കിട്ടി ഈ സ്വർണ്ണക്കുടത്തിന്? മഹാദേവൻ തന്ന നിധിയാണ് രാധിക ആ കുഞ്ഞിനെ വാരിയെടുക്കുന്നു. ആദ്യമായി കിട്ടിയ സമ്മാനമല്ലേ നീ, സമ്മതത്തെയും കൂടമല്ലേ? ആദ്യമായി കിട്ടിയ സമ്മാനമല്ലേ നീ, സമ്മതത്തെയും കൂടമല്ലേ? മോനെ
രൂപത്തിൽ കാമമല്ലേ, ആരു കണ്ടാലും കൊതി തീർകി നിൽക്കുമേ സൗന്ദര്യ രൂപത്തിൽ കാമമല്ലേ. ദിവസങ്ങൾ കഴിഞ്ഞു. കുഞ്ഞിന് പേരിടണ്ടായോ? അതെ, കുഞ്ഞിന് പേരിടണം. പേരിടാനുള്ള ദിവസമാണല്ലോ ഇന്ന്. നമുക്ക് കുഞ്ഞിന്റെ പേരിടാം. എല്ലാവരും കൂടെ ചേർന്ന് കുഞ്ഞിന് പേരിടൽ ചടങ്ങ് തുടങ്ങിയപ്പോൾ നിലവിളക്ക് കത്തിച്ച് ഗണപതിക്കുള്ളതെല്ലാം വെച്ച് നോക്കിയപ്പോൾ അതിരഥന്റെ മനസ്സിൽ ആരും മന്ത്രിക്കുന്നു. കർണൻ, കർണൻ, കർണൻ. മറ്റു നാമങ്ങളൊന്നും മനസ്സിൽ തെളിഞ്ഞു വരുന്നില്ല. ആ കുഞ്ഞിനെ മടിയിലിരുത്തി അതിരഥൻ പേരിട്ടു കർണൻ. കർണൻ. ആ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിരഥൻ ഉറക്കെ വിളിച്ചു പറയുന്നു, ഇവൻ രാധകയുടെ മകൻ, രാധയൻ എന്നറിയപ്പെടും. ആദ്യമായി കിട്ടിയ സമ്മാനമല്ലേ നീ, അമ്മതൻ തേൻകുടമല്ലേ, ആരു കണ്ടാലും തൂകി നിൽക്കും ഈ സൗന്ദര്യ രൂപത്തിൻ നാമമല്ലേ, ആരു കണ്ടാലും തൂകി നിൽക്കും ഈ സൗന്ദര്യ രൂപത്തിൻ നാമമല്ലേ. ഞാൻ രാധേയൻ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നന്ദി, നമസ്കാരം. ആര്യാട് വല്ലഭദാസ് അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ മഹേഷ്, സജു, സിബി, ജീവൻ, ബിനു.